KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം നൽകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഉറപ്പ്. ഗഡുക്കളായി ശമ്പളം നൽകുന്ന രീതി ഒഴിവാക്കാൻ പുതിയ രീതി കണ്ടെത്തിയതായും മന്ത്രി അറിയിച്ചു. KSRTC ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു ഗണേഷ് കുമാറിന്റെ ഉറപ്പ്. പിന്നെ നിങ്ങൾ ശമ്പളത്തെക്കുറിച്ച് ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇതിൻ്റെ താഴെ എഴുതുന്നവരെല്ലാം ശമ്പളം കൊടുക്കൂ, ശമ്പളം ഒരാശങ്കയും വേണ്ട. കഴിഞ്ഞ 1.5 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്. KSRTCയുടെ ഒരു സാമ്പത്തിക സ്ഥിതി ജീവനക്കാർക്കും അറിയാം. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ എനിക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് 1-ാം തീയതി തന്നെ ജീവനക്കാരെ ശമ്പളം റിലീസ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി കൂടിയാലോചന നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് അതിന് നടപടിയെടുക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് ചെയ്തു തരാൻ കഴിയും എന്ന് എനിക്കുറപ്പുണ്ട്. KSRTCക്ക് ലോൺ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും ഞങ്ങളത് മാറ്റി. അതിൽ മുഖ്യമന്ത്രി തന്നെയാണ് മുൻകൈയെടുത്തത്. ആ തടസ്സം മാറിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ശമ്പളം തരാനുള്ള ചർച്ച അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ധനകാര്യമന്ത്രിയും എന്നെയും അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളത് ചെയ്യും. മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം, അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത മന്ത്രി എന്ന നിലയിൽ എന്നോട് ആദ്യം ആവശ്യപ്പെട്ടത് നമുക്ക് 1-ാം തീയതി അടുപ്പിച്ച് ശമ്പളം കൊടുക്കാനുള്ള ഒരുമിച്ച് ശമ്പളം കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് ഗണേഷ് കുമാർ കണ്ടുപിടിച്ചുകൊണ്ട് വരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. അതിന് പല പല ഫോർമുലകളുണ്ട്. ആ ഫോർമുല അനുസരിച്ച് അത് വരും. ഇതിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് എഴുതുമ്പോൾ ശമ്പളം കൊടുക്കുമെന്നൊന്നും പറയണ്ട. ശമ്പളം തരും. ഞാൻ മുഖ്യമന്ത്രി എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. അത് അദ്ദേഹത്തിന് മുമ്പിൽ പല പല സജഷൻസ് ഉണ്ട്. അദ്ദേഹത്തിന് മുന്നിൽ വയ്ക്കും. അതിലേറ്റവും യുക്തിസഹമായിട്ടുള്ള ഒരു സജഷൻ അദ്ദേഹം നിർദ്ദേശിക്കും. അതനുസരിച്ച് LDF സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരും. അത് ഉറപ്പായിട്ട് പറയാം. ധൈര്യത്തോടെ ഞാൻ പറയണമെങ്കിൽ വെറുതെ പറയില്ലല്ലോ. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. അതിന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് എനിക്ക് ഉള്ളതുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ പിന്തുണ എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വളരെ താല്പര്യമുണ്ട്. അദ്ദേഹം അത് ചെയ്യാൻ എന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അത് ചെയ്യും. നിങ്ങൾക്ക് ആശങ്ക വേണ്ട. ഇതിനടിയിൽ കമൻ്റ് ബസ്സിൽ കയറുന്ന യാത്രക്കാരോട് അനാവശ്യ ചോദ്യങ്ങൾ പാടില്ല എന്നും ഒരു സ്ത്രീയും പുരുഷനും യാത്ര ചെയ്യുമ്പോൾ കൂടെയുള്ളത് സഹോദരിയാണോ ഭാര്യയാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യാൻ അവകാശമുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. യാത്ര ചെയ്യുന്നതിന് ബന്ധം എന്താണെന്ന് ബസ് ജീവനക്കാർ അറിയേണ്ട കാര്യമില്ലെന്നും അത്തരം ചോദ്യങ്ങൾ ചോദിക്കരുതെന്നും താക്കീത് നൽകുകയും ചെയ്തു. നമ്മുടെ ബസ്സിൽ കയറുന്ന സഹോദരി സഹോദരന്മാരോട് വളരെ സ്നേഹത്തോടെ പെരുമാറണം. നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ മര്യാദയായ ഭാഷ ഉപയോഗിച്ചാൽ മതി. അവരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരും നമ്മുടെ ബന്ധുക്കളാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ മക്കളാണ് എന്ന നിലയിൽ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയാണ് എന്ന നിലയിൽ നമ്മൾ പെരുമാറണം. നമ്മുടെ അമ്മയാണെന്ന് കരുതണം. അത്തരത്തിലൊരു പെരുമാറ്റം നമ്മുടെ കണ്ടക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നിർബന്ധമായും അവരോട്, പ്രത്യേകിച്ച് അമ്മമാർ, വൃദ്ധജനങ്ങൾ, കുഞ്ഞുങ്ങൾ, അതുപോലെ ഫിസിക്കലി ചലഞ്ചഡായിട്ടുള്ള അത്തരത്തിലുള്ള വിവിധ ശേഷിയുള്ളവർ, അവരെ വളരെ സ്നേഹത്തോടെ കൈകാര്യം, വൃദ്ധരായ അമ്മമാരെയും വണ്ടിയിൽ കയറ്റുകയും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും സ്ത്രീകളും എല്ലാം വണ്ടിയിൽ കയറാതെ വണ്ടി ബെല്ലടിക്കരുത്. കൃത്യത, ആ ഒരു സ്നേഹത്തോടെ അവരോട് ബിഹേവ് ചെയ്യണം. മാത്രമല്ല, ഇപ്പം ബസ്സിലേക്ക് കയറി വരുന്ന പല ഉദാഹരണങ്ങൾ അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നവരുടെ അടുത്ത് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. ഈ കൂടെ വരുന്ന സഹോദരിയാണോ ഭാര്യയാണോ ലവറാണോ എന്നൊക്കെ ചോദിക്കുന്ന ചില കണ്ടക്ടർമാരുടെ നടപടികൾ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യാം. അത് ഇന്ത്യയിലെ നിയമം അനുസരിക്കുന്ന ഒരു വികസിത രാജ്യവും പുരോഗമന സംസ്കാരത്തിൻ്റെ ആൾക്കാരാണ് മലയാളികൾ. ഈ അടുത്ത കാലത്തൊരു കണ്ടക്ടർ ഒരു സഹോദരനും സഹോദരി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്? റിലേഷൻ അറിയേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് പാസഞ്ചർ വണ്ടിയിൽ വരണം എന്ന് മാത്രമേ നമുക്കുള്ളൂ. അത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത്. അതുകൊണ്ട് മാത്രമല്ല, മദ്യപിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ഡ്യൂട്ടിക്ക് വരരുത്. KSRTC സ്വിഫ്റ്റ് ബസ്സിൽ കണ്ടക്ടർമാർ യാത്രക്കാരോട് മാന്യമായി പെരുമാറണമെന്ന മുന്നറിയിപ്പും ഗണേഷ് കുമാർ നൽകി. സ്വിഫ്റ്റ് ബസ്സുകളിൽ കണ്ടക്ടർമാരുടെ മോശം പെരുമാറ്റം സംബന്ധിച്ച് നിരവധി പരാതികൾ വർദ്ധിക്കുന്നുണ്ട്. രാത്രി 8 മണിക്ക് ശേഷം സ്ത്രീകൾ ആവശ്യപ്പെട്ടാൽ എവിടെയും ബസ് നിർത്തണമെന്നും നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. സ്വിഫ്റ്റിലെ ഡ്രൈവർമാരോടും കണ്ടക്ടറോടും പറയുന്നു, മദ്യപിച്ചുകൊണ്ട് ജോലിക്ക് വരരുത്. നിങ്ങൾ കൃത്യമാന്യമായി പെരുമാറണം. കൂടുതലും സ്വിഫ്റ്റിലെ കണ്ടക്ടർമാർ ചെറുപ്പക്കാരാണ്. നിങ്ങൾ വളരെ മാന്യമായി പെരുമാറണം. ഞാൻ ജനങ്ങളുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. എന്നെ ആർക്കും എപ്പോഴും കാണാവുന്ന ഒരാളാണ്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എന്ത് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ കാണിച്ചാലും എൻ്റെ അടുത്ത് വരും, ഞാൻ അറിയും. അതിൽ ജനങ്ങളോട് മോശമായി പെരുമാറുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളോട്, കുഞ്ഞുങ്ങളോട്, വൃദ്ധജനങ്ങളോട്, അത്തരം അതുപോലെ ഫിസിക്കലി ചലഞ്ചഡായിട്ടുള്ള ആൾക്കാരാണ്. അതൊന്നും നമ്മൾ അതിന് എക്സ്ക്യൂസുകളില്ല, തുറന്നങ്ങ് പറയാം.
അതിന് ന്യായങ്ങളൊന്നും പറയാനില്ല. അത്തരം പരാതികൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം.